ജൂലൈ 23 ചൊവ്വാഴ്ച. മത്തായി 12:46 മുതൽ 50 വരെ വാക്യങ്ങൾ. ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് ഒരു പുരോഹിതൻ ഒരു വാഹന അപകടത്തിന് സാക്ഷിയായി. പരിക്കേറ്റ മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ അദ്ദേഹം പരിചരിച്ച് ആശുപത്രിയിലെത്തിച്ചു. പണമില്ലാത്തതിനാൽ രോഗിയുടെ ബില്ലുകൾ അടയ്ക്കാൻ പോകുന്നത് ആരാണ് എന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള സിസ്റ്റർ അച്ഛനോട് ചോദിച്ചു. പുരോഹിതൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് രോഗി കണ്ണു തുറന്ന് പറഞ്ഞു, എൻ്റെ ഒരു സിസ്റ്റർ കന്യാസ്ത്രീയാണ്. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പുഞ്ചിരിയോടെ വികാരഭരിതയായി പറഞ്ഞു, അപ്പോൾ അവൾ നമ്മുടെ കർത്താവിനെ വിവാഹം ചെയ്തിരിക്കുകയാണ്. ആശ്വാസത്തിൻ്റെ നെടുവീർപ്പോടെ അച്ഛൻ പറഞ്ഞു, ഏറ്റവും മികച്ച സേവനം അവന് നൽകുക. ആശുപത്രിയിലെ ബില്ല് അവൻ്റെ അമ്മായിയപ്പൻ തന്നുകൊള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരെ സമീപിച്ച് യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രതികരണം ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിയിരിക്കണം. അവൻ ഉടനെ മറുപടി പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ എന്നാണ്. ഈ ചോദ്യം തൻ്റെ അമ്മയെയും സഹോദരരെയും യേശു നിരസിച്ചതായി തോന്നാമെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശം തൻ്റെ ശ്രോതാക്കൾക്ക് നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നതായി കാണാം. യേശു വീണ്ടും പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. യേശു ഒരിക്കലും തൻ്റെ സ്വന്തം അമ്മയെയോ പ്രിയപ്പെട്ടവരെയോ അനാദരിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തൻ്റെ ദൗത്യത്തെക്കാൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് മുൻഗണന നൽകിയില്ല. അവൻ ഇപ്പോൾ തൻ്റെ അടുത്ത കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് എല്ലാവരുടെയും സഹോദരനാണ്, ദൈവമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് സേവിക്കുന്നതിനും കുടുംബം ഒരിക്കലും തടസ്സമാകരുത് എന്നാണ്. യേശുവിൻ്റെ സഹോദരനോ സഹോദരിയോ അമ്മയോ പിതാവോ ആയി പരിഗണിക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും. എന്നിരുന്നാലും ഈ ബന്ധത്തിൻ്റെ വ്യവസ്ഥ നാം അവൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്നതാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹനിധിയായ പിതാവായ ദൈവമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാം യേശുവിൻ്റെ സഹോദരനോ സഹോദരിയോ അമ്മയോ ആയിത്തീരുന്നു. ഇതാ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ഇതാ എൻ്റെ സഹോദരി എന്ന് യേശു തന്നെ അഭിമാനത്തോടെ നമ്മെ ചൂണ്ടിപ്പറയുമ്പോൾ അത് എത്ര അത്ഭുതകരമായിരിക്കും, അനുഗ്രഹപ്രദമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Kerala.